ദുബായിൽ ആദ്യമായി പൈലറ്റ് അടങ്ങിയ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർ ടാക്സി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. മർഗമിൽ നിന്ന് പറന്നുയർന്ന വിമാനം അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജോബി ഏവിയേഷൻ ഇൻകോർപ്പറേറ്റഡ് ആണ് ദുബായിലെ മരു ഭൂപ്രദേശത്ത് പദ്ധതിയുടെ പ്രവർത്തന പരീക്ഷണങ്ങൾ നടത്തുന്നത്. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾക്കിടയിൽ എയർ ടാക്സിയുടെ ആദ്യ സർവീസ് കമ്പനി അടുത്തിടെ പൂർത്തിയാക്കി. അടുത്ത ഘട്ടത്തിൽ നഗരപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ദുബായിൽ എയർ ടാക്സി പരീക്ഷണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിൽ ഈ നാഴികക്കല്ല് ഒരു നിർണായക ഘട്ടമായി അടയാളപ്പെടുത്തുന്നു. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും സഹകരിച്ച് 2026 എയർ ടാക്സി പാസഞ്ചർ ട്രാൻസ്പോർട്ട് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് ഈ പരീക്ഷണ വിജയം വഴിയൊരുക്കും. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർ ടാക്സി പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാണ്. ഇത് സുരക്ഷ, വേഗത എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് എയർ ടാക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 പ്രൊപ്പല്ലറുകളും 4 സ്വതന്ത്ര ബാറ്ററി പാക്കുകളും അടങ്ങിയിരിക്കുന്നു. ഇത് 160 കിലോമീറ്റർ പറക്കൽ ശ്രേണിയും മണിക്കൂറിൽ 320 കിലോമീറ്റർ പരമാവധി വേഗതയും പ്രാപ്തമാക്കുന്നു. പൈലറ്റിന് പുറമെ 4 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്തിന് കഴിയും. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 4 നിലകളിലായി ആദ്യത്തെ സൗകര്യം സ്കൈപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നു. വാഹന പാർക്കിങ്ങിനായി 2 നിലകളും ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനുമായി 2 പ്രത്യേക പാഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ബഹ്റൈനിലും വൈകാതെ എയർ ടാക്സികൾ എത്തും. 2027 ആദ്യത്തെ ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സി ലോഞ്ച് ചെയ്യുമെന്ന് ബഹ്റൈൻ പ്രഖ്യാപിച്ചു. ബ്രസീൽ ആസ്ഥാനമായുള്ള ഈവ് എയർ മൊബിലിറ്റിയുമായാണ് കരാർ ഒപ്പുവെച്ചത്.